നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അൽ നസറിൻ്റെ ഫിഫ ബാൻ കഴിഞ്ഞ ദിവസം നമ്മൾ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. അതായത് പുതിയ താരങ്ങളെ രജിസ്റ്റർ ചെയ്യുന്നതിന് വിലക്കുണ്ട് എന്നുള്ളത്. അത് ഐമറിക് ലാപ്പോർട്ടിൻ്റെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ്. സിറ്റിക്ക് നൽകാനുള്ള ഒരു ഡ്യൂ, അതുമായി ബന്ധപ്പെട്ട വിഷയമാണ് എന്നതായിരുന്നു റിപ്പോർട്ട്. ഇപ്പോൾ ആ ബാന് ഫിഫ എടുത്തു മാറ്റിയിരിക്കുന്നു. ആ കാര്യം കൺഫേംഡായി. ഫബ്രിസിയോ റൊമാനോ അടക്കമുള്ള ജേർണലിസ്റ്റിൽ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫബ്രിസിയോ റിപ്പോർട്ട് ചെയ്യുന്നത് ഫിഫ വേർഡിക്റ്റ് ടുഡേ കൺഫേംസ് അൽ നസർസ് ഫുൾ കംപ്ലയൻസ് വിത്ത് റൂൾസ് ആസ് രജിസ്ട്രേഷൻ ബാൻ ഹാസ് ബീൻ പെർമനൻ്റ്ലി ലിഫ്റ്റഡ്. അവരുടെ രജിസ്ട്രേഷൻ ബാന് ഇപ്പോൾ പൂർണ്ണമായിട്ടും മാറ്റിയിരിക്കുന്നു. ഫിഫയുടെ ഏറ്റവും പുതിയ വേർഡിക്റ്റ് അങ്ങനെയാണ്. അതായത് റൂൾസൊക്കെ അനുസരിച്ച് ആണ് ഇപ്പോൾ അൽ നസർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ബാൻ പെർമനൻ്റ്ലി ലിഫ്റ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ കേസ് ക്ലോസ് ആയിരിക്കുന്നു. ഇത് അൽ നസറിനെ സംബന്ധിച്ചിടത്തോളം 2026 അവരുടെ പ്ലാനിങ്ങിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസാണ്. ആ ഐമറിക് ലാപ്പോർട്ടുമായി ബന്ധപ്പെട്ടെന്ന് വന്ന വാർത്ത ഏതാണ്ട് 9 മില്യൺ യൂറോയോളം തുക ഒരു ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കാനുണ്ട് എന്നുള്ളതാണ്. ആ പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ ഉടനെ അവരുടെ ബാൻ ലിഫ്റ്റ് ചെയ്യപ്പെടും എന്നാണ് വാർത്തയുണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ അൽ നസർ ആരാധകർക്ക് ആശ്വസിക്കാവുന്ന വാർത്തയാണ്. ആ ബാൻ ലിഫ്റ്റ് ചെയ്തിരിക്കുന്നു. ഇനി ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലൊക്കെ പുതിയ താരങ്ങളെ കൊണ്ടുവരികയും രജിസ്റ്റർ ചെയ്യുകയും ഒക്കെ ചെയ്യാം അൽ നസറിന്. സോ അൽ നസറിൻ്റെ ഫിഫ ബാൻ ഇതാ മാറ്റിയിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് എത്താം.